ഇനി അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് HTTP എറേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ എറേഴ്സ് പല രീതിയിലും വരാം. ഒന്ന്, നമുക്ക് API കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എറേഴ്സ് ഉണ്ടാവാം. രണ്ടാമത്തത് ബാക്ക് എൻഡിൽ എന്തെങ്കിലും കോഡിൽ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും എറർ ഉണ്ടാവാം. അല്ലെങ്കിൽ ടെമ്പററി ഓഫ്ലൈൻ ആണ്, ബാക്ക് എൻഡിൽ ടെമ്പററി ഓഫ്ലൈൻ ആണെങ്കിൽ അവിടെയും എറർ സംഭവിക്കാം. സോ എങ്ങനെ നമുക്ക് ഇവിടെ എറേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഈ കോഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100% സക്സസ് ആവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എററും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ API വിളിക്കുന്നത്. സോ ഈ API നമ്മളിവിടെ നമുക്ക് if response dot OK ആണെങ്കിൽ, ഓക്കെ എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. സോ ഓക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് 200 അല്ലെങ്കിൽ 300 ഒക്കെ ആണെങ്കിൽ അത് ഓക്കെ ആണ് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ റെസ്പോൺസ് ഡോട്ട് ഓക്കെ നോട്ട്, അതായത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് കോഡ് 400 വരാം, 500 വരാം. സോ ഈ ഒരു കേസിലാണ് നമുക്ക് എറർ വരുന്നത്. ഓക്കെ അല്ലാത്ത കേസിലാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ത്രോ ന്യൂ എറർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് എറർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ നമുക്ക് എന്തും മെസ്സേജ് വേണമെങ്കിൽ എടുക്കാം. ഫെയിൽ ടു ഫെച്ച് പ്ലേസസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇപ്പൊ റെസ്പോൺസ് ഡോട്ട് ഓക്കെ എന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എറർ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ട്രൈ ക്യാച്ച് ഇവിടെ യൂസ് ചെയ്യും. സോ ട്രൈ ക്യാച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കകത്ത് നമ്മൾ കോഡ് എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടാവുകയാണെങ്കിൽ ഈ നേരെ ക്യാച്ചിലോട്ട് അങ്ങ് പോകും. ഇപ്പൊ ക്യാച്ചിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്രാഷ് ആവാൻ ചാൻസ് ഇല്ല. ഇനി ഞാൻ ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇത്രയും സംഭവം കട്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങ് കൊടുക്കും. സെറ്റ് ഇസ് ലോഡിങ് ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ഫാൾസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മള് തൽക്കാലം നമുക്ക് ഈ കമന്റ് എടുത്ത് കളയാം, ഈ കണ്ടീഷൻ എടുത്ത് കളയാം. സെറ്റ് ഫാൾസ്. അതുപോലെ നമ്മൾ എററിന്റെ അവിടെയും നമ്മളിവിടെ ഫാൾസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ത്രോ ന്യൂ എറർ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടുത്തെ ക്യാച്ചിനകത്തോട്ടായിരിക്കും ട്രിഗർ ചെയ്യുന്നത്. സോ എറർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പുതിയൊരു സ്റ്റേറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്യും. അതായത് ഇവിടെ എറർ സെറ്റ് എറർ. ഇവിടെ നമ്മൾ empty ആയിട്ട് തൽക്കാലം കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ എറർ വരുന്നത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. സോ ഞാൻ ഇവിടെ സെറ്റ് എറർ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിത് എറർ ഉണ്ടോ ഇല്ലേന്ന് നോക്കണം. അതായത് ഈ എറർ ഇവിടെ ഉണ്ടോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യണമെന്നെങ്കിൽ നമ്മളിവിടെ യൂസ് എഫക്റ്റിന്റെ താഴെ നമ്മൾ കണ്ടീഷൻ എഴുതുകയാണ്. നമ്മൾ ഇഫ് എറർ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കും. റിട്ടേൺ നമ്മളിവിടെ എറർ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കുന്നത്. എറർ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ഉണ്ട്. നമുക്ക് എറർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു കോമ്പോണന്റ് ഫയൽ ഇവിടെ ഉണ്ട്. സോ നിങ്ങളുടെ എറർ എന്ന് പറഞ്ഞ ഫയൽ ഇല്ലെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ കോഡ് അങ്ങ്
നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് അനുസരിച്ച് ഇത് ടൈപ്പ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഇമ്പോർട്ട് ചെയ്യും. ആ കോമ്പോണന്റ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യും ഫ്രം എറർ ഡോട്ട് ജി എസ്. ഈ എറർ ആയിരിക്കും ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെസ്സേജ് ഇവിടെ വരുന്നത് എറർ ഡോട്ട് ജെ എസ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റില്, നമുക്ക് ടൈറ്റിൽ ഉണ്ട്, മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. എറർ ഒക്കേർഡ്. പിന്നെ നമുക്ക് അവിടെ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജിനകത്ത് നമുക്കിവിടെ ഇത് the places could not be fetched. Please try later. Okay. സോ ഇവിടെ എറർ എപ്പോഴാണ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി ട്രൈനകത്ത് ഇവിടെ റെസ്പോൺസ് ഡോട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ ത്രോ ന്യൂ എറർ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നേരെ ക്യാച്ചിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നമുക്ക് സെറ്റ് എറർ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എറർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ കിട്ടും. സോ എറർ ഒബ്ജക്റ്റ് എം ടി അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു എറർ മെസ്സേജ് ആയിരിക്കും. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നോഡ് APJS അല്ല, npm run dev. നമുക്കിവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ എറർ ഒക്കേർഡ് എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് കാണിച്ചു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ API റൺ ചെയ്തില്ല. ഓക്കെ, API റൺ ചെയ്യാത്തതുകൊണ്ട്, അതായത് API ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എറർ ഉണ്ടായതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. cd backend node app.js. node app.js നോക്കുമ്പോൾ നമുക്ക് പ്ലേസസ് കിട്ടി. ഓക്കെ, സോ നേരത്തെ ഞാൻ ഈ ബാക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. ഇനി ഞാനിവിടെ URL തെറ്റിച്ചാണ് കൊടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പിന്നെയും ഇവിടെ എറർ അടിക്കുന്നു. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ 404 എറർ ആണ് അടിച്ചത്. കാരണം നോട്ട് ഫൗണ്ട്, ഈ ഒരു URL തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്കതിവിടെ കിട്ടത്തില്ല. സോ ഇങ്ങനെയാണ് നമുക്ക് HTTP എറേഴ്സ് ഹാൻഡിൽ ചെയ്യണം. സോ നമ്മളൊരു API എഴുതുമ്പോൾ നമുക്ക് സക്സസിന്റെ കൂടെ തന്നെ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാനും കൂടെ എഴുതണം. അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവും. സോ അത് നമുക്ക് മാനേജ് ചെയ്യണം. ഓക്കെ, എറർ ഹാൻഡ്ലിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, ബൈ.